ഈ അവയവ മാഫിയ അത് വലിയ രീതിയിൽ പിടിമുറുക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിനെ തകർക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും അത് ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നുകൊണ്ട് അത് അങ്ങനെയുള്ള ശക്തികളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അവയവദാനത്തിന് ആളുകൾ സ്വയം മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ഒരാൾ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു, ആ വ്യക്തിയുടെ ഭാര്യയും മക്കളും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ദാനം ചെയ്യാവുന്ന എല്ലാം ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം രോഗി മരിച്ചു, 4 സ്ഥലത്തേക്കാണ് ഇമ്മീഡിയറ്റായിട്ട് ഓരോ ഭാഗത്ത് ലിവർ ഒരു ഭാഗത്തേക്ക് കൊടുത്തു, അതുപോലെ തന്നെ കണ്ണ് വേറെ സ്ഥലത്തേക്ക്, ഹാർട്ട് ഇമ്മീഡിയറ്റായിട്ട് ഹെലികോപ്റ്ററിൽ എത്തിച്ചു. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് വരുന്ന ദോഷം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം. അപ്പോൾ ഇതിൻ്റെ കമ്മിറ്റി മാസത്തിലൊരിക്കലേ മറ്റോ കൂടും. അപ്പോൾ ഇയാൾക്ക് സീരിയസ് ആണ്. അപ്പോൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ അയാൾ വല്ല ഇതിൻ്റെ ആളാണോ എന്ന് കമ്മിറ്റിക്കൊരു സംശയം. അവർ റിജക്റ്റ് ചെയ്തു. ഇവർ എൻ്റെ അടുത്ത് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ആവശ്യം കരളാണല്ലോ, അതില്ലെങ്കിൽ ആൾക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ അത് രക്ഷിക്കാൻ നോക്ക്. മറ്റേ ആൾക്ക് എന്ത് ഉദ്ദേശിച്ചാൽ കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു അന്വേഷണം നടത്താം, ഇത് ഇയാൾ അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മാഫിയ കാരണം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. ആൾ സ്വമേധയാ കൊടുത്താണ്, അവർ പറഞ്ഞു സ്വമേധയാ അയാൾ മുന്നോട്ട് വന്നതാണ്. പക്ഷേ അതുപോലെ ഇന്നത്തെ ഈ അവയവ കച്ചവടത്തിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സംശയിക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റിന് കുറ്റം പറഞ്ഞുകൂടാ, കാര്യം ഇങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമം. പക്ഷേ ഏതായാലും ഇങ്ങനെയുള്ള ശക്തികളെ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ED കുറച്ച് റെയ്ഡ് നടത്തി. സാധാരണ EDയോട് ഞങ്ങൾക്ക് സമീപനം അറിയാലോ. എന്നോട് ഞാൻ ആശുപത്രിയിലൊക്കെ ഒരു പരിശോധന നടത്തിയില്ല. ഞാൻ നടത്തട്ടെ, ഈ അവയവത്തിൻ്റെ വല്ല കച്ചവടം നടത്തുന്നുണ്ട് അവർ പറഞ്ഞാൽ EDയുടെ മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നോക്കില്ല. പക്ഷേ ആരോഗ്യവകുപ്പിൽ ഇങ്ങനെയുള്ള അവയവമാറ്റ കച്ചവടം നടക്കുന്നുണ്ടെന്ന് വല്ലതും കണ്ടാൽ ഞാൻ ആശുപത്രിക്ക് സ്ട്രോങ് ആക്ഷൻ എടുക്കും, സംശയമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവർ പരിശോധിക്കട്ടെ, ഒരു തടസ്സം ആരും ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ.